2015 മാർച്ച് മാസം 19 കാബൂൾ, അഫ്ഗാനിസ്ഥാൻ. 25 വയസ്സുള്ള ഫർഖുന്ദ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് വളർന്നത്. അവൾ ബിരുദം പൂർത്തിയാക്കി അധ്യാപികയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ സ്വപ്നം ലോയറാകണം, പിന്നീട് ഒരു ജഡ്ജാകണം എന്നുള്ളതായിരുന്നു. ഫർഖുന്ദ എല്ലാ ദിവസവും ഖുറാൻ പാരായണ ക്ലാസ്സിൽ പോകും. അതുപോലെ അന്നും അവൾ ക്ലാസ്സിന് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ അവൾ ക്ലാസ്സിന് പോകാൻ ഇറങ്ങുമ്പോൾ അവളുടെ അമ്മ വന്ന് നൗറൂസ് ഫെസ്റ്റിവലിന് 2 ദിവസമേ ബാക്കിയുള്ളൂ, ഒരുപാട് ജോലികളുണ്ട് ചെയ്യാൻ, ക്ലാസ് കഴിഞ്ഞതും നേരെ വീട്ടിലേക്ക് വരാൻ അവളോട് ആവശ്യപ്പെട്ടു. നമുക്ക് എങ്ങനെയാണോ ഈ പുതുവത്സരമുള്ളത്, അതുപോലെയാണ് അഫ്ഗാനിസ്ഥാൻകാർക്ക് ഈ നൗറൂസ് ഫെസ്റ്റിവൽ. ഇപ്പൊ ഫർഖുന്ദയും അതിന് സമ്മതിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിൽ നിന്ന് മടങ്ങുമ്പോൾ പതിവ് പോലെ അവൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പള്ളി കണ്ടു. അങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആ പള്ളിക്ക് പുറത്ത് മോതിരം, ഡോളർ, കുംഭം തുടങ്ങി ഈ മതവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്നത് അവൾ കണ്ടു. ആ സമയത്ത് അവൾക്ക് അറിയില്ലായിരുന്നു അത് വിൽക്കുന്ന ആ ഒരു വ്യക്തിയാണ് അവളുടെ ജീവിതത്തെ തന്നെ തകിടം മറിക്കാൻ പോകുന്നത് എന്ന്. അടുത്ത ഏതാനും ആഴ്ചകളിൽ അഫ്ഗാനിസ്ഥാനിലെ ഓരോ ദിശയിലും ഫർഖുന്ദയുടെ പേരായിരുന്നു കേട്ടത്. മാത്രമല്ല, ഇത് ലോകമെമ്പാടും ഒരു സെൻസേഷണൽ വാർത്തയായി മാറി. സോഷ്യൽ മീഡിയ മുഴുവനും V1 ജസ്റ്റിസ് ഫോർ ഫർഖുന്ദ എന്ന ഹാഷ്ടാഗ് ട്രെൻഡാകാൻ തുടങ്ങി. അഫ്ഗാനിസ്ഥാനെ മാത്രമല്ല, ലോകത്തെ മുഴുവനും നടുക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഫർഖുന്ദ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സൈനുദ്ദീൻ എന്നയാൾ സൗഭാഗ്യം നൽകുന്ന ഏലസ് വിൽക്കുകയായിരുന്നു. ഫർഖുന്ദയെ കണ്ടതും അയാൾ ഏലസ് അവൾക്ക് വിൽക്കാനായി ശ്രമിച്ചു. പക്ഷേ ഫർഖുന്ദ വെറും പേരിന് വേണ്ടി മാത്രം ഇസ്ലാമിനെ പിന്തുടരാതെ ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും കർശനമായി പാലിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇസ്ലാമിക നിയമമനുസരിച്ച് ഖുറാൻ വരികളല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഏലസുകൾ ധരിക്കുന്നത് തെറ്റായ കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇസ്ലാമിനെ കൃത്യമായി പിന്തുടരുന്ന ഫർഖുന്ദ സൗഭാഗ്യം ലഭിക്കുമെന്ന പേരിൽ ഈ ഒരു ഏലസ് വാങ്ങി ധരിക്കുന്നതിനോട് അവൾക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അത് തെറ്റാണെന്ന് അവൾ അയാളോട് പറഞ്ഞു. ഈ ഏലസ് വിൽക്കുന്നത് ഇസ്ലാമിന് എതിരാണ്, ഇത് ഇനി മുതൽ വിൽക്കരുത് എന്ന് അവൾ അയാളോട് പറഞ്ഞു. ഇത് കേട്ട അയാൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. ആ സ്ഥലത്ത് ഇരുവർക്കുമിടയിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകാൻ തുടങ്ങി. നിങ്ങൾ ഇതുപോലുള്ള വസ്തുക്കൾ വിൽക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പള്ളിയിലെ ഗുരുവിനോട് നിങ്ങൾക്കെതിരെ പരാതിപ്പെടുമെന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട അയാൾക്ക് ദേഷ്യം കൂടാൻ തുടങ്ങി. അവൾ തന്റെ ബിസിനസ് അടച്ചു പൂട്ടുമോ എന്നുള്ള ഭയത്തിൽ പ്രശ്നം അവന്റെ ഭാഗത്തേക്ക് തിരിയുന്നതിന് മുൻപ് ആ പ്രശ്നത്തെ മുഴുവനും ഫർഖുന്ദയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നീ എന്തിനാണ് ഖുറാനെ കത്തിച്ചത് എന്ന് അല്ലാറി പറയാൻ തുടങ്ങി. ഇയാൾ എന്താണ് യാതൊരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ പറയുന്നത് എന്ന രീതി വളരെ അമ്പരപ്പോടെ അവൾ അയാളെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. പക്ഷെ അയാൾ എന്തിനാണ് ഖുറാൻ കത്തിച്ചത് എന്ന് വീണ്ടും വീണ്ടും അവളെ നോക്കി ചോദിച്ചു കൊണ്ടിരുന്നു. ഈ സമയം ആളുകളെല്ലാം അവർക്ക് ചുറ്റും കൂടാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത്, എന്താണ് പ്രശ്നമെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ആ സമയം ആ സൈനുദ്ദീൻ എന്ന വ്യക്തി അയാളുടെ പോക്കറ്റിൽ നിന്നും കുറച്ച് പഴയ കത്തിച്ച പേപ്പർ എടുത്ത് പുതിയ ഖുറാൻ പുസ്തകത്തിനുള്ളിൽ വെച്ചു. എന്നിട്ട് ഇവൾ നമ്മുടെ വിശുദ്ധ ഖുറാൻ കത്തിച്ചുവെന്ന് അവിടെ കൂടി നിന്ന ആളുകളെ നോക്കി പറയാൻ തുടങ്ങി. എന്നിട്ട് ആ കത്തിച്ച പഴയ പേപ്പറുകൾ എടുത്ത് അവരെ കാണിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായി അവൾ ഒരു അമേരിക്കൻ സ്ത്രീയാണ്, ഇവൾ ഒരു മുസ്ലിമേ അല്ല, ഇവർ മുസ്ലിമായി അഭിനയിക്കുകയാണ്, അതുകൊണ്ടാണ് അവൾ ഖുറാൻ കത്തിച്ചത്. ഇങ്ങനെ അവിടെ കൂടുന്ന ജനങ്ങളെല്ലാം ഫർഖുന്ദയ്ക്കെതിരെ അയാൾ തിരിച്ചുവിടാൻ തുടങ്ങി. നമ്മുടെ ആളുകളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ആരെന്ത് പറഞ്ഞാലും അപ്പോ വിശ്വസിക്കും. ഇപ്പോ അവൻ പറഞ്ഞത് കേട്ട് ആളുകൾ പെട്ടെന്ന് പ്രകോപിതരായി ഫർഖുന്ദയെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ശകാരിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഫർഖുന്ദയും അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അയാൾ ചെയ്ത ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ തെറ്റ് തന്റെ പേരിലാക്കുകയും തനിക്കെതിരെ തന്നെ അവിടെയുള്ള ആളുകളെല്ലാം തിരിപ്പിച്ചല്ലോ എന്ന വലിയ അമ്പരപ്പോടെ അവൾ അങ്ങനെ സ്തംഭിച്ചു നിന്നു. ഈ സമയത്ത് ഫർഖുന്ദ ഞാനൊരു മുസ്ലിമാണ്, പിന്നെ എങ്ങനെ ഞാൻ ഈ ഖുറാൻ കത്തിച്ചു കളയും, അവൻ കള്ളമാണ് പറയുന്നത്, അവനെ വിശ്വസിക്കരുത് എന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷെ അവളെ സംസാരിക്കാൻ അനുവദിക്കരുത് എന്ന് ഈ സൈനുദ്ദീൻ തീരുമാനിച്ചിരുന്നു. അവളാണ് ഖുറാൻ കത്തിച്ചത്, അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞതും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ
പെട്ടെന്ന് ഓടി വന്ന് അവളെ തല്ലാൻ തുടങ്ങി. ഖുറാൻ കത്തിച്ചു കളഞ്ഞിട്ട് നീ നിന്ന് കള്ളം പറയുകയാണോ എന്ന് പറഞ്ഞ് അവളെ അടിക്കാൻ തുടങ്ങി. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കാത്തിരുന്നത്. ആര് ആദ്യം തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഉടൻ ചുറ്റുമുണ്ടായിരുന്ന എല്ലാ ആളുകളും ചേർന്ന് ഫർഹുന്ദയെ മാറി മാറി ആക്രമിക്കാൻ തുടങ്ങി. അതിലവൾ താഴെ വീണു. ഇങ്ങനെ താഴെ വീണ ഫർഹുന്ദയെ ചുറ്റുമുണ്ടായിരുന്ന 150-ൽ കൂടുതൽ പുരുഷന്മാർ അവളുടെ മുഖത്ത് തന്നെ കാലുകൊണ്ട് ചവിട്ടി. അവളുടെ തലയും നെഞ്ചും വയറും ഇങ്ങനെ അവളുടെ ശരീരത്തിൽ ഉടനീളം ഒരു പന്നി തന്റെ ഇരയെ കഴിക്കാനായി വെപ്രാളം കൂട്ടുന്നത് പോലെ ഈ മനുഷ്യരെല്ലാം ചേർന്ന് അവളെ ആക്രമിക്കാൻ തുടങ്ങി. വളരെ സന്തോഷകരമായിരുന്ന അവളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ മാറിപ്പോകുമെന്ന് അവൾ ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാകില്ല. ചുറ്റും നടക്കുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ലാതെ അവൾ താഴെ അങ്ങനെ വീണ് കിടന്നു. എന്നിട്ട് പോലും ആ ആൾക്കൂട്ടം അവളെ തല്ലുന്നത് അവസാനിപ്പിച്ചില്ല. അതേസമയം പോലീസ് സംഭവസ്ഥലത്തെത്തി. അടുത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോകാനായി അവർ ശ്രമിച്ചു. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ ഭയന്ന് വിറയ്ക്കുന്ന ഫർഹുന്ദ ഒരു വനിതാ പോലീസ് വന്നാൽ മാത്രമേ ഞാൻ കൂടെ വരൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരാൾ കെട്ടിടത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും ഫർഹുന്ദയെ പിടിച്ച് റോഡിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവളുടെ ഹിജാബ് വലിച്ചു കീറി. എന്നിട്ട് അവളെ അടിച്ചു കൊല്ലാനായി ആക്രോശിച്ചു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന രാക്ഷസന്മാർ എല്ലാവരും ചേർന്ന് അവളെ വീണ്ടും അടിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇതെല്ലാം അവിടെയുള്ള ചിലർ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ഞാൻ അത് നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കാണുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാം. നിങ്ങൾ മാനസികമായി ശക്തരാണെങ്കിൽ മാത്രം അത് കാണുക. അല്ലെങ്കിൽ ഈ ഒരു സംഭവം കഴിഞ്ഞ് ചില ആഴ്ചകൾക്ക് ശേഷം ചില സാമൂഹിക പ്രവർത്തകർ ഫർഹുന്ദയ്ക്ക് സംഭവിച്ച ഈ ഒരു സംഭവം വളരെ വിശദമായി ഒരു നാടകം പോലെ അവതരിപ്പിച്ചിരുന്നു. യൂട്യൂബിൽ തിരഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഞാൻ വാക്കുകളിലൂടെ എത്ര തന്നെ അത് വിശദീകരിച്ചാലും വിവരിച്ചാലും ഫർഹുന്ദ എത്രമാത്രം വേദന അനുഭവിച്ചു, നരകവേദന അനുഭവിച്ചു എന്നുള്ളത് അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ രക്തം വാർന്ന് ജീവന് വേണ്ടി പിടയുന്ന ഫർഹുന്ദയെ ആ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വന്നു. അവളെ ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കൊണ്ടുവന്ന് കിടത്തി. എന്നാൽ ആ കെട്ടിടത്തിന്റെ ഉയരം വളരെ കുറവായതിനാൽ ആളുകൾ കല്ലും വടിയും എല്ലാം എടുത്ത് അവളെ നോക്കി എറിയാൻ തുടങ്ങി. സ്വയം രക്ഷിക്കാൻ പോലും ഒരല്പം ശക്തിയില്ലായിരുന്ന ഫർഹുന്ദ അവളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന കല്ലുകളിൽ നിന്നും ആ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാതെ ആ മേൽക്കൂരയിൽ നിന്നും വീണ്ടും വഴുതി താഴേക്ക് വീഴുന്നു. അങ്ങനെ താഴെ വീണപ്പോൾ ആ രാക്ഷസന്മാർ അവരുടെ ദേഷ്യം കുറയുന്നത് വരെ അവളെ ചവിട്ടാൻ തുടങ്ങി. ഇപ്പോൾ അവരിൽ ഒരാൾ അവന്റെ കാർ വളരെ വേഗത്തിൽ ഓടിച്ചുകൊണ്ട് വരികയും അത് ഫർഹുന്ദയുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കുകയും ചെയ്തു. അതിൽ അവളുടെ ശരീരം ആ കാറിൽ ഇടിച്ച് കുടുങ്ങി ഏകദേശം ഒരു 300 മീറ്റർ വരെയും അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം യാതൊരു നാണവുമില്ലാതെ എന്തോ ഷോയാണ് നടക്കുന്നതെന്ന ധാരണയിൽ ആ മുഴുവൻ സംഭവവും ചിലർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ജീവന് വേണ്ടി മല്ലിടുന്ന ഫർഹുന്ദയെ ആ കാർ ഒരു ഓട്ടോയ്ക്കടുത്തേക്ക് തള്ളിയിട്ടു. ഈ സമയത്ത് സംഭവിച്ച ഒരു കാര്യം, നമ്മളെല്ലാം ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരു 11ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഏകദേശം ആ ഒരു പ്രായമുള്ള കുട്ടി, അവൻ ഒരു തണ്ണിമത്തന്റെ വലിപ്പമുള്ള പാറക്കല്ല് എടുത്തുകൊണ്ട് വന്ന് ഫർഹുന്ദയുടെ മുഖത്തേക്ക് തന്നെ ഇട്ടു. അവന്റെ ദേഷ്യം തീരുന്നത് വരെയും ആ കല്ല് വെച്ച് അവളുടെ മുഖം ചതച്ചു. അതുപോലെ തന്നെ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അവരുടെ ദേഷ്യം മാറും വരെയും അവളെ മാറി മാറി തുടർച്ചയായി മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ഈ രാക്ഷസന്മാർക്കിടയിൽ ജീവിക്കാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കാതെ ഫർഹുന്ദയുടെ ജീവൻ അവളെ വിട്ടു പിരിഞ്ഞു. എന്നാൽ ഇതിന് ശേഷം പോലും അവരുടെയൊന്നും ദേഷ്യം നിലച്ചില്ല എന്നുള്ളതാണ് സത്യം. മരിച്ചുപോയ ഫർഹുന്ദയുടെ ശരീരത്തിൽ തീ കൊളുത്താൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ ശരീരം തീ കൊണ്ടിട്ടും കത്തിയില്ല. കാരണം എന്താണെന്നറിയണ്ടേ? അവളുടെ വസ്ത്രം മുഴുവനും അവളുടെ ശരീരത്തിൽ നിന്നും വന്ന ആ ഒരു രക്തം കാരണം പൂർണ്ണമായും നനഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കി അവർ അവളുടെ വസ്ത്രം പൂർണ്ണമായും അഴിച്ചുമാറ്റി അവർ ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം എടുത്ത് അവൾക്ക് മുകളിലായി ഇട്ടിട്ട് തീ കൊളുത്തി. ഇപ്പോൾ അവളുടെ ശരീരം കത്താൻ തുടങ്ങി. പതിയെ പതിയെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം പിരിയാനും തുടങ്ങി. ജനക്കൂട്ടം പോയതിനു ശേഷം പോലീസ് ഫർഹുന്ദയുടെ ശരീരം തിരികെ എടുത്തു. എന്നിട്ട് അവളുടെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചു. ഈ വാർത്ത കേട്ട് അവളുടെ കുടുംബം ആകെ തളർന്നു പോയി. നിങ്ങളെ കൊണ്ട് ഇത് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ക്ലാസ്സിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയ മകൾ അല്പസമയത്തിന് ശേഷം ഇതാണ് നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞ് ഒരു പൊള്ളലേറ്റ ശരീരം നിങ്ങളെ കൊണ്ട് കാണിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? 150ഓളം പേർ ചേർന്ന് നിങ്ങളുടെ മകളെ അടിച്ചു കൊന്നു എന്നുള്ള വാർത്ത നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആ സമയത്ത് ഫർഹുന്ദയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ആ മാതാപിതാക്കളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ
എങ്ങനെയായിരിക്കുമെന്ന്. അവർ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. ഫർഹുന്ദയുടെ പൊള്ളലേറ്റ ശരീരം കണ്ട് അവളുടെ അമ്മ തളർന്ന് വീണ് അവിടെ തന്നെ കരയാൻ തുടങ്ങി. ഈ വാർത്ത പിന്നീട് തീ പോലെ പടരാൻ തുടങ്ങി. ഈ സമയത്ത് ചില രാഷ്ട്രീയക്കാർ ഫർഹുന്ദയ്ക്ക് നടന്ന സംഭവത്തെ ന്യായീകരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഖുറാൻ കത്തിക്കുകയും നമ്മുടെ മതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളുടെ അന്ത്യം ഇതുപോലെ തന്നെയായിരിക്കുമെന്ന്. ഫർഹുന്ദ ഇത് അർഹിക്കുന്നു എന്ന് യാതൊരു മനുഷ്യത്വവുമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഫർഹുന്ദ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ ഖുറാൻ കത്തിച്ചിട്ടില്ല എന്ന സത്യം അന്വേഷണത്തിലൂടെ മനസ്സിലായി. ഇത് കേട്ടയുടനെ നല്ല മനസ്സുള്ളവരും എന്തായാലും ഈ ലോകത്തിൽ ഉണ്ടാകുമല്ലോ, അവരെല്ലാവരും ചേർന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി. മരിച്ചുപോയ ഫർഹുന്ദയ്ക്ക് നീതി ലഭിക്കാൻ റോഡിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി. കൂടാതെ ഫർഹുന്ദയുടെ ശരീരത്തിൽ ഏതൊരു പുരുഷനും തൊടാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും അഫ്ഗാനിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫർഹുന്ദയുടെ അന്തിമ ചടങ്ങ് പൂർണ്ണമായും സ്ത്രീകൾ തന്നെ നടത്തി. മറുവശത്ത് ആളുകൾ ഫർഹുന്ദയ്ക്ക് നീതി ലഭിക്കാൻ പ്രതിഷേധിക്കാനും തുടങ്ങി. ഇപ്പൊ സമ്മർദ്ദം താങ്ങാനാകാതെ സർക്കാർ ഒരു ടീമിനെ രൂപീകരിച്ചു. ഫർഹുന്ദയുടെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷെ പോലീസിന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ആരെ എന്തടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അവർക്ക് ഏത് രീതിയിൽ കേസെടുക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം അവളെ ആക്രമിച്ച ആളുകളുടെ വ്യക്തമായ വിവരമൊന്നും അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്താലും ഫർഹുന്ദ ഏത് സമയത്താണ് മരിച്ചത്, അവളുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി, പ്രധാന ഉത്തരവാദി ആരാണ്, ഇതൊന്നും ഉറപ്പിച്ചു പറയാനേ കഴിയില്ല. അതിനാൽ ആരെ കുറ്റപ്പെടുത്തണം എന്ന് പോലും പോലീസിന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതിനകം പറഞ്ഞിരുന്നു, സംഭവസ്ഥലത്ത് ഒരുപാട് പേർ ഇതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വെച്ച് 50-ൽ കൂടുതൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ 49 പേർക്കെതിരെ പോലീസ് കേസ് ഫയൽ ചെയ്തു. ആ 49 പേരിൽ 19 പേർ ഫർഹുന്ദയെ രക്ഷിക്കാൻ വിസമ്മതിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ കേസ് ഇപ്പോൾ വിചാരണയിലേക്ക് കടന്നു. കേസ് അന്വേഷിച്ച ജഡ്ജ് അറസ്റ്റായ 8 പോലീസ് ഉദ്യോഗസ്ഥരെ വിട്ടയച്ചു. അവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും 11 പോലീസുകാർ ഡ്യൂട്ടി അവഗണിച്ചതിന് വെറും 1 വർഷത്തെ തടവ് ശിക്ഷ കൊടുത്തു. കൂടാതെ അറസ്റ്റായ 30 പൊതുജനങ്ങളിൽ 18 പേർക്ക് മതിയായ തെളിവില്ലാത്തതിനാൽ അവരെയും വിട്ടയച്ചു. ബാക്കിയുള്ള 12 പേരിൽ 8 പേർക്ക് 16 വർഷത്തെ തടവ് ലഭിച്ചു. ബാക്കിയുള്ള 4 പേർക്ക് വധശിക്ഷ ലഭിച്ചു. ഈ വധശിക്ഷ ലഭിച്ച ഈ 4 പേരിൽ ഈ സംഭവത്തിന് തുടക്കമിട്ടയാൾ, ആ പള്ളിക്ക് പുറത്ത് ഏലസ് വിറ്റുകൊണ്ടിരുന്ന, ഖുറാൻ കത്തിച്ചുവെന്ന് കള്ളം പറഞ്ഞ സൈനുദ്ദീൻ, ഫർഹുന്ദയുടെ ശരീരത്തിലൂടെ കാർ ഓടിച്ചു കയറ്റിയ ആ ഒരു വ്യക്തി, ഇതുകൂടാതെ ഫർഹുന്ദയുടെ തലയിലേക്ക് വലിയൊരു പാറക്കല്ലെടുത്തെറിഞ്ഞ ആ ചെറിയ കുട്ടി, ഇങ്ങനെ 4 പേർ. എന്നാൽ ഇവർക്ക് നൽകിയ മരണശിക്ഷ പിന്നീട് 20 വർഷത്തെ തടവ് ശിക്ഷയാക്കി മാറ്റി. അതും ആൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ വെറും 10 വർഷത്തെ തടവ് ശിക്ഷ മാത്രമേ ലഭിച്ചുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാൻ സമയമോ കാലമോ പ്രായമോ ഒന്നും ആവശ്യമായി വരുന്നില്ല. എന്നാൽ അവർ ചെയ്യുന്ന ഈ കുറ്റകൃത്യത്തിന് അവർക്ക് നൽകുന്ന ശിക്ഷയിൽ മാത്രം ഇളവുണ്ടാകും. അതെന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നേയില്ല. ബസ്സിൽ ചെറിയ കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് എടുക്കുന്നത് പോലെ നിയമത്തിലും അവർക്ക് കൊടുക്കുന്ന ശിക്ഷയിൽ ഇളവുണ്ടാകും. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫർഹുന്ദയ്ക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഒരല്പം പോലും ഇല്ല എന്ന് തന്നെ പറയാം. ശിക്ഷ എങ്ങനെ ആയിരിക്കണമെന്നറിയാമോ? അടുത്ത തവണ ഒരു പെൺകുട്ടിയെ തകർക്കാൻ വിചാരിക്കുന്നവരുടെ കൈകാലുകൾ വിറയ്ക്കണം, ഭയം വരണം. അത്രയും ക്രൂരമായൊരു ശിക്ഷ നൽകണം. അവിടെ ഫർഹുന്ദയെ അടിച്ച ഓരോ പുരുഷന്മാരും അവൾ ഖുറാൻ കത്തിച്ചില്ല എന്ന സത്യം അറിയാതെയല്ല അവളെ അടിച്ചതും കൊന്നതും. അവരുടെ ഉദ്ദേശം അവരുടെ മതമോ വിശ്വാസമോ സംരക്ഷിക്കുക എന്നതല്ല. അവരുടെ അശ്ലീലമായ മോശമായ ചിന്തയും അവരുടെ ദേഷ്യവും തൃപ്തിപ്പെടുത്താൻ അവർക്ക് ഒരു വ്യക്തിയെ, ഒരു ഇരയെ ആവശ്യമായിരുന്നു. അതിനവർക്ക് ലഭിച്ചത് യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഫർഹുന്ദ എന്ന പെൺകുട്ടി. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രശ്നത്തിന് തുടക്കമിട്ട സൈനുദ്ദീനെക്കാട്ടിലും അവൻ പറഞ്ഞ കാര്യം സത്യമാണോ കള്ളമാണോ, എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നൊന്നും അന്വേഷിക്കാതെ ഒരു നിരപരാധിയായ പെൺകുട്ടിയെ തല്ലിക്കൊന്ന ആ 150 പേരാണ് ഏറ്റവും വലിയ തെറ്റുകാരും അതിക്രൂരമായ മനുഷ്യരും. അവർ ഈ നിയമത്തിൽ നിന്നും ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ അവർ ആരുടെ പേര് പറഞ്ഞാണോ ഒരു നിരപരാധിയായ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി കൊന്നത്, ആ ശക്തിയുടെ കണ്ണിൽ നിന്നും ഇവർക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒരു പക്ഷേ ആ ശക്തിയുടെ നിയമത്തിൽ ഈ രാക്ഷസന്മാർക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ആൾക്കൂട്ടത്തിന്റെ
മാനസികാവസ്ഥ തന്നെ ഇങ്ങനെയാണ്. അതായത് ഒരു കൂട്ടം ആളുകൾ അവിടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിലെ ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ മറ്റുള്ളവരും അത് ഏറ്റുപിടിക്കും, അത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു ഘട്ടത്തിലെ മനുഷ്യനുള്ളിലെ മൃഗം പുറത്തേക്ക് വരും. എല്ലാവരും ഒരുമിച്ച് തന്നെയുണ്ട്. താൻ ഒരു ഗ്രൂപ്പിനുള്ളിലായതുകൊണ്ട് താൻ എന്ത് ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, താൻ ചെയ്യുന്നത് ഒരു തെറ്റേ അല്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് അവർ വരും. അങ്ങനെ അവർ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു തെറ്റ് ചെയ്യാൻ തുടങ്ങും. ഉദാഹരണത്തിന് വളരെ നല്ലൊരു ഉദാഹരണം പറയാം. മണിപ്പൂരിൽ ഒരു സ്ത്രീയെ നഗ്നയായി വലിച്ചിഴച്ച് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോയ ആ ഒരു സംഭവം, ആ ഒരു പ്രതിഷേധം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോലും നമ്മൾ ഇതിനുദാഹരണമായി പല വീഡിയോസ്, പല സംഭവങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി പറയാൻ സാധിക്കും. എന്നാൽ അതേസമയം നടു റോഡിൽ ഒരാളെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ പോയി സഹായിക്കാൻ ശ്രമിച്ചാൽ, കൂടെ എല്ലാ ആളുകളും ചേർന്ന് രക്ഷപ്പെടുത്തിയാൽ അതിനെ നമുക്ക് അഭിനന്ദിക്കാം. പക്ഷെ ഇത് വളരെ അപകടകരമായ ഒന്നാണ്. നല്ല കാര്യങ്ങൾ മനുഷ്യർ ഒരിക്കലും ചെയ്യില്ല. എന്താണോ മോശമായ കാര്യം അതായിരിക്കും ഒന്നിനു പുറകിൽ ഒന്ന് എല്ലാവരും ചെയ്യുന്നത്. ഒരു കാര്യം സംഭവിച്ചാൽ ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. അതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളൊരു തീരുമാനമെടുക്കാവൂ. ഇതുപോലുള്ള എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കുക. എന്താണ് സംഭവിച്ചത്, ആരുടെ ഭാഗത്താണ് തെറ്റ്, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.